ഹായ്, ബൊനാൻസ ഇംഗ്ലീഷ് അക്കാദമിയുടെ ഇനി നിങ്ങളും ഇംഗ്ലീഷ് സംസാരിക്കും എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇംഗ്ലീഷ് പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട ഇംഗ്ലീഷിൻ്റെ അടിത്തറയുടെ ഫോർമുല എന്താണ് നമുക്ക് നോക്കാം. എന്താണ് ടെൻസ്? അതായത് മലയാളത്തിൽ നമ്മൾ കാലങ്ങൾ എന്ന് പറയും, ഇംഗ്ലീഷിൽ അതിനെ ടെൻസ് എന്ന് പറയും. നമുക്ക് പല കാലങ്ങളുണ്ട് ഇല്ലേ? നമുക്ക് ആദ്യം തുടങ്ങാം, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ തുടങ്ങാം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് തുടങ്ങാം. ആദ്യം ചോദ്യം എങ്ങനെ ഉണ്ടാക്കാം എന്ന് പഠിക്കണം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് അതായത് ഒരു പ്രവൃത്തി സാധാരണ നടക്കാറുണ്ടോ, പോകാറുണ്ടോ, ചെയ്യാറുണ്ടോ, കാണാറുണ്ടോ, പറയുമോ, ഇഷ്ടമാണോ, അതിനാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ക്വസ്റ്റ്യൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ സൂത്രവാക്യമാണ് ഡു അല്ലെങ്കിൽ ഡസ്. പിന്നെ സബ്ജക്റ്റ് വേണം, ക്രിയയുടെ ഒന്നാമത്തെ രൂപം വേണം, ഓബ്ജക്റ്റ് വേണം, ക്വസ്റ്റ്യൻ മാർക്ക് വേണം. ഒരു ക്രിയയ്ക്ക് 3 രൂപങ്ങളുണ്ട്. അതായത് ഒരു വെർബിന് 3 ഫോമുകളുണ്ട്. പ്രസൻറ്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മടി തോന്നും. അങ്ങനെ നിങ്ങൾ പഠിക്കേണ്ട. V1 പ്രസൻറ്റ്, V2 പാസ്റ്റ്, V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമായി. അതായത് V1, V2, V3. അപ്പോൾ ഡു വെച്ചും ഡസ് വെച്ചും ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ V1 ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി ആരുടെ കൂടെ ഡു വരും, ആരുടെ കൂടെ ഡസ് വെച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കാം എന്ന് നോക്കണം. അതിനൊരു എളുപ്പമാർഗമുണ്ട്. ഐ, യു, ദേ, വി, ദീസ്, ദോസ്. ഇതാണ് പ്ലൂരൽ. ഐ ഞാൻ, എനിക്ക്. യു നീ, നിങ്ങൾ, താങ്കൾ. ദേ അവർ, ഇവർ. വി നമ്മൾ, ഞങ്ങൾ. ദീസ് ഇവകൾ. ദോസ് അവകൾ. ഹി അവൻ, ഇവൻ. ഷീ അവൾ, ഇവൾ. ഇറ്റ് ഇത്. ദാറ്റ് അത്. ദിസ് ഇത്. എവരിബഡി മീൻസ് എല്ലാവരും. രാമൻ, കൃഷ്ണൻ, ജബ്ബാർ, സരസു, കൗസു, യുവർ ഫാദർ, യുവർ നൈബർ, യുവർ ഫ്രണ്ട്, യുവർ വൈഫ്. അങ്ങനെ ഒറ്റ വരുന്നവരൊക്കെ നമ്മൾ എവരിബഡിയിൽ പെടുത്തിയിരിക്കുന്നു. ഇനി നമുക്കൊരു എളുപ്പമാക്കാം. ഇതിനെ പ്ലൂറലാക്കാം, ഇതിനെ സിംഗുലർ ആക്കാം. അപ്പോൾ പ്ലൂറൽ നമുക്ക് പഠിക്കാൻ ഒരു എളുപ്പമാർഗമാണ് അയ്യോ, ദേവി, ദീസ്, ദോസ്. എങ്ങനെ? അയ്യോ, ദേവി, ദീസ്, ദോസ്. അതാണ് പ്ലൂരൽ. സിംഗുലർ ഹി, ഷീ, ഇറ്റ്, ദാറ്റ്, ദിസ്, എവരിബഡി. ഡൂവിനെയും ഡസിനെയും നമുക്ക് 2 വിധത്തിലേക്ക് തിരിക്കാം. പ്ലൂരലിന് പുരുഷന്മാരായും സിംഗുലറിന് സ്ത്രീകളായിട്ടും തിരിക്കാം. പുരുഷൻ, അതിൽ സായുണ്ടോ? ഇല്ല. പ്ലൂരലിൽ സായുണ്ടോ? ഇല്ല. ഡൂവിൽ സായുണ്ടോ? ഇല്ല. ഇനി സിംഗുലറിൽ സായുണ്ടോ? സിംഗുലർ സാ സാ ഉണ്ട്. സ്ത്രീകളിൽ സായുണ്ടോ? സാ ഉണ്ട്. ഡസിൽ സായുണ്ടോ? ഉണ്ട്. അപ്പം സിംഗുലറായ സ്ത്രീകളെ ഡസ് വെച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കാം. പ്ലൂറലായ പുരുഷന്മാരെ ഡു വെച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കാം. സിമ്പിൾ പ്രസൻറ്റ് വെച്ച് ചോദ്യങ്ങൾ നോക്കൂ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. ഡു യു സ്പീക്ക് ഒന്നാമത്തെ രൂപം എന്ത്? ഇംഗ്ലീഷ്, ക്വസ്റ്റ്യൻ മാർക്ക്. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ, സംസാരിക്കാറുണ്ടോ? ഡു യു നോ മീ? നിനക്ക് എന്നെ അറിയുമോ? ഡു യു നോ മീ? നിനക്ക് എന്നെ അറിയുമോ? ഡു ദേ ഗെറ്റ് അപ്പ് ഏർലി? ഗെറ്റ് അപ്പ് അല്ലെങ്കിൽ വേക്ക് അപ്പ്, എഴുന്നേൽക്കുക എന്നാണ് അർത്ഥം. ഡു ദേ ഗെറ്റ് അപ്പ് ഏർലി? അവർ നേരത്തെ എഴുന്നേൽക്കാറ് ഉണ്ടോ? ഇനി ഡസ് വെച്ചുള്ള ചോദ്യങ്ങൾ നോക്കൂ. ഡസ് ഹി ഹെൽപ്പ് യു? അവൻ നിന്നെ സഹായിക്കാറുണ്ടോ? ഡസ് യുവർ മദർ റൗസ് യു? റൗസ് എന്ന് വെച്ചാൽ വിളിച്ചുണർത്തുക. മോനെ ഡാ എനിക്കിടാ എനിക്കിടാ എന്ന് പറഞ്ഞ് വിളിച്ചുണർത്താറില്ലേ? അല്ലെങ്കിൽ മോളെ എനിക്ക് എന്ന് പറഞ്ഞിട്ട് വിളിച്ചുണർത്തുക. ഡസ് യുവർ മദർ റൗസ് യു? നിങ്ങളുടെ അമ്മ നിങ്ങളെ വിളിച്ചുണർത്താറുണ്ടോ? ഡസ് ഷീ സിങ് സോങ്? അവൾ പാട്ടുകൾ പാടാറുണ്ടോ? ഡസ് ഷീ സിങ് സോങ്?
ഡസ് ഹി സ്പീക്ക് ഫ്രഞ്ച്? ഡസ് ദ ഡോഗ് ഫ്ലൈ? അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാക്കാം. സിമ്പിൾ പ്രസൻറ്റ് ആൻസർ എന്താണ്? സബ്ജക്റ്റ് വെർബിൻ്റെ ഒന്നാമത്തെ രൂപം ചില സമയങ്ങളിൽ വെർബിൻ്റെ കൂടെ, അതായത് ക്രിയയുടെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്ത് എഴുതണം. പിന്നെ ഓബ്ജക്റ്റ് ചേർത്ത് എഴുതി കഴിഞ്ഞാൽ സിമ്പിൾ പ്രസൻറ്റ് ആൻസറായി. എന്തായിരിക്കും ആൻസർ? ചെയ്യാറുണ്ട്, പോകാറുണ്ട്, കാണാറുണ്ട്, ഇഷ്ടമാണ്. ഒരു സാധാരണ പ്രവൃത്തി നടക്കാറുണ്ട്. അതിനാണ് ഈ സൂത്രവാക്യം ഉപയോഗിക്കുന്നത്. ഇനി V1 മാത്രം എവിടെ വരും? V1ൻ്റെ കൂടെ എസും ഇ എസും ആരുടെ കൂടെ വരുമെന്ന് നമുക്ക് കണ്ടെത്തണം. നേരത്തെ നമ്മൾ ഡൂവിൻ്റെ ചോദ്യങ്ങൾ വെച്ച് പഠിച്ചു ഇല്ലേ? ഡസിൻ്റെ ചോദ്യങ്ങൾ വെച്ച് പഠിച്ചല്ലോ. അപ്പോൾ ഡു പ്ലൂരൽ അല്ലേ? അയ്യോ ദേവി, ദീസ് ദോസ് പ്ലൂരൽ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വെർബിൻ്റെ ഒന്നാമത്തെ രൂപം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. V1 മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി സിംഗുലറായ ഹീ, ഷീ, ഇറ്റ്, ദാറ്റ്, ദിസ്, എവരിബഡി വന്നു കഴിഞ്ഞാൽ ക്രിയയുടെ ഒന്നാമത്തെ രൂപം, അതായത് V1ൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്ത് എഴുതണം. സിമ്പിൾ പ്രസൻറ്റ് ആൻസർ നോക്കൂ. ഫോർമുല പഠിച്ചല്ലോ. ഐ സ്പീക്ക് ഇംഗ്ലീഷ്. ഐ സ്പീക്ക് ഇംഗ്ലീഷ്. ഐ വന്നതുകൊണ്ട് സ്പീക്ക് മാത്രം വന്നുള്ളൂ അല്ലേ? ഐ സ്പീക്ക് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും, സംസാരിക്കാറുണ്ട്. യു നോ ഹിം. നിനക്ക് അവനറിയാം. യു നോ ഹിം. നിനക്ക് അവനറിയാം. ഐ നോ ഹിം. ദേ പ്ലേ ഫുട്ബോൾ. അവർ ഫുട്ബോൾ കളിക്കുന്നു. അവർ ഫുട്ബോൾ കളിക്കാറുണ്ട്. ദേ പ്ലേ ഫുട്ബോൾ. വി ഗോ ടു ദി മാർക്കറ്റ്. വി ഗോ ടു ദി മാർക്കറ്റ്. ഞങ്ങൾ ചന്തയിലേക്ക് പോകുന്നു, മാർക്കറ്റിലേക്ക് പോകുന്നു, മാർക്കറ്റിലേക്ക് പോകാറുണ്ട് എന്ന് നമുക്ക് ഉപയോഗിക്കാം. ഹീ സ്പീക്സ് ഇംഗ്ലീഷ്. എന്താണ് ഹീ സ്പീക്സ് ഇംഗ്ലീഷ് വരാൻ കാരണം? സിംഗുലർ ആയതുകൊണ്ട് സ്പീക്ക് എന്തായി മാറി? എസ് ചേർത്തു, സ്പീക്സ് ആക്കി. ഇവിടെ ഐ സ്പീക്കാണ്, പ്ലൂറൽ ആയതുകൊണ്ട് ഐ സ്പീക്കായി. ഇവിടെ വന്നപ്പോൾ ഹീ സ്പീക്സ് ഐ സിംഗുലർ ആയതുകൊണ്ട്, ഒരെണ്ണമായതുകൊണ്ടാണ് സ്പീക്സ് ആയത്. ഹീ സ്പീക്സ് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഷീ നോസ് ഹിം. ഷീ നോസ് ഹിം. ഇവിടെ യു നോ. ഇവിടെ വന്നപ്പോൾ ഷീ വന്നപ്പോഴോ നോ എന്തായി മാറി? നോസ്. ഷീ നോസ് ഹിം. അവൾക്ക് അവനെ അറിയാം. ഷീ നോസ് ഹിം. രാജു ഗോസ്. ഗോ എന്തായി മാറി? വി ഗോ എന്നുള്ളത് രാജു വന്നപ്പോൾ, പേര് വന്നപ്പോൾ ഗോ എന്തായി മാറി? ഗോസായി. പേര് സിംഗുലർ അല്ലേ? രാജു ഗോസായി മാറി. ഗോസ് ടു ദ മാർക്കറ്റ്. രാജു ഗോസ് ടു ദ മാർക്കറ്റ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ചോദ്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം? ഡിഡ് ആദ്യം വരണം, സബ്ജക്റ്റ് വേണം, ക്രിയയുടെ ഒന്നാമത്തെ രൂപം വേണം, ഓബ്ജക്റ്റ് വേണം, ക്വസ്റ്റ്യൻ മാർക്ക് വേണം. അപ്പോൾ എന്താണ് സിമ്പിൾ പാസ്റ്റിൻ്റെ അർത്ഥം? ചെയ്തിരുന്നോ, പോയിരുന്നോ, കണ്ടിരുന്നോ. ഒരു കാര്യം നേരത്തെ കഴിഞ്ഞിരുന്നോ, തീർന്നിരുന്നോ എന്നാണ് അർത്ഥം. ഡു, ഡസ്, ഡിഡ് വെച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ക്രിയയുടെ വെർബിൻ്റെ ഒന്നാമത്തെ രൂപം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഡിഡ് വെച്ച് നമുക്ക് എല്ലാ സബ്ജക്റ്റുകളുടെ കൂടെയും ഉപയോഗിക്കാം. അതായത് ഡിയിൽ അവസാനിക്കുന്ന സഹായക്രിയകളുടെ കൂടെ എല്ലാ സബ്ജക്റ്റുകളും ചേർക്കാം. ഡിഡ് യു ഹിയർ ദാറ്റ്? നീ അത് കേട്ടിരുന്നോ? ഡിഡ് യു ഹിയർ ദാറ്റ്? നീ അത് കേട്ടിരുന്നോ? ഡിഡ് ഹി ഗെറ്റ് മണി? അവന് പൈസ കിട്ടിയിരുന്നോ? ഡിഡ് ഹി ഗെറ്റ് മണി? ഡിഡ് ഹി ഗെറ്റ് സാലറി? ഡിഡ് ദേ ഡു ദാറ്റ് വർക്ക്? അവരാ ജോലി ചെയ്തിരുന്നോ? ഡിഡ് ദേ ഡു ദാറ്റ് വർക്ക്? അവരാ ജോലി ചെയ്തിരുന്നോ? ഡിഡ് ഷീ സ്മൈൽ അറ്റ് യു? അവൾ നിന്നെ നോക്കി പുഞ്ചിരിച്ചിരുന്നോ? കഴിഞ്ഞു പോയതാണ്. പുഞ്ചിരിച്ചോന്നല്ല, പുഞ്ചിരിച്ചിരുന്നോ. സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഒരു കാര്യം നേരത്തെ തീർന്നിരുന്നു, ചെയ്തിരുന്നു, പോയിരുന്നു, കണ്ടിരുന്നു. അതിൻ്റെ ഫോർമുല സബ്ജക്റ്റ്, ക്രിയയുടെ രണ്ടാമത്തെ രൂപം ഓബ്ജക്റ്റ്.
ക്രിയയുടെ രണ്ടാമത്തെ രൂപമാണ് ഉപയോഗിക്കുക. അതായത് പാസ്റ്റ് ടെൻസാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നോക്കൂ, ഐ ഹിയർഡ് ദാറ്റ്, ഞാനത് കേട്ടിരുന്നു. സിമ്പിൾ പ്രസൻറ്റിലോ ഐ ഹിയർ ദാറ്റ്, ഞാനത് കേൾക്കാറുണ്ട്. ഹിയേർഡ് വന്നപ്പോൾ ഞാനത് കേട്ടിരുന്നു. ഐ ഹിയേർഡ് ദാറ്റ്, ഞാനത് കേട്ടിരുന്നു. ഹീ ഗോട്ട് മണി, അവന് പൈസ കിട്ടിയിരുന്നു. സിമ്പിൾ പ്രസൻറ്റിൽ ഹീ ഗെറ്റ്സ് മണി, അവന് പൈസ കിട്ടാറുണ്ട്. സിമ്പിൾ പാസ്റ്റ് ആയപ്പോൾ ഹീ ഗോട്ട് മണി എന്നായി. ദേ ഡിഡ് ദാറ്റ് വർക്ക്, അവരാ ജോലി ചെയ്തിരുന്നു. കഴിഞ്ഞുപോയി, അതുകൊണ്ട് ഡിഡ് ചേർത്തു. ദേ ഡിഡ് ദാറ്റ് വർക്ക്, അവരാ ജോലി ചെയ്തിരുന്നു. ഷീ സ്മൈൽഡ് അറ്റ് യു, അവൾ നിന്നെ നോക്കി പുഞ്ചിരിച്ചിരുന്നു. ഇപ്പം പുഞ്ചിരിക്കുന്നുണ്ടോ? ഇല്ല. ഷീ സ്മൈൽഡ് അറ്റ് യു. അടുത്തതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. എന്താണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്? ഒരു പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കാനാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ സൂത്രവാക്യം, അതായത് ഫോർമുല, സബ്ജക്റ്റ് വേണം, ആം, ഈസ്, ആർ, കൂടെ വെർബിൻ്റെ ഒന്നാമത്തെ രൂപം ING. അതായത് ക്രിയയുടെ ഒന്നാമത്തെ രൂപത്തിൻ്റെ കൂടെ മാത്രമാണ് എസ്, ES, ING ഫോമുകൾ ചേർക്കാൻ പറ്റുകയുള്ളൂ. രണ്ടാമത്തെ രൂപത്തിൻ്റെ കൂടെയോ മൂന്നാമത്തെ രൂപത്തിൻ്റെ കൂടെയോ INGയോ മറ്റൊന്നും ചേർക്കാൻ പറ്റുന്നത് അല്ല. ഇനി ആം എവിടെ വരും? ആം, ഈസ്, ആർ മീൻസ് ആകുന്നു എന്നാണ് അർത്ഥം, ആകുന്നു. ഇനി ആരെ കൂടെയൊക്കെ ആം, ഈസ്, ആർ വരും? ഐ വരുമ്പോൾ ആം, അയാം. ഹീ, ഷീ, ഇറ്റ്, ദാറ്റ്, ദിസ്, എവരിബഡിയുടെ കൂടെ സിംഗുലർ ആയതുകൊണ്ട് ഈസ്, സിംഗുലർ ഈസ് ഉണ്ടാ. ഇനി യു, ദേ, വി, ദീസ്, ദോസ്, ബഹുവചനം പ്ലൂരൽ, അവയുടെ കൂടെ ആറ് വന്നു. അപ്പോൾ ഐ ആം, ഹീ ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്, ദാറ്റ് ഈസ്, ദിസ് ഈസ്, എവരിബഡി ഈസ്. യു ആർ, ദേ ആർ, വി ആർ, ദീസ് ആർ, ദോസ് ആർ. ഐ ആം റണ്ണിങ്, ഐ ആം റണ്ണിങ്, ഞാൻ ഓടുന്നു. ഐ ആം റണ്ണിങ്, ഞാൻ ഓടുന്നു. ഹീ ഈസ് ഗോയിങ് ടു ഹോം, അവൻ വീട്ടിലേക്ക് പോകുന്നു. ഹീ ഈസ്, അവനാകുന്നു. ഗോ, ING, ഗോയിങ് ടു ഹോം, അവൻ വീട്ടിലേക്ക് പോകുന്നു. ഷീ ഈസ് റീഡിങ് എ ബുക്ക്, അവൾ ഒരു പുസ്തകം വായിക്കുന്നു, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് ഫ്ലൈയിങ്, ഇത് പറക്കുന്നു. യു ആർ ഡ്രീമിങ്, നീ സ്വപ്നം കാണുകയാണ്. യു ആർ ഡ്രീമിങ്, നീ സ്വപ്നം കാണുകയാണ്. വി ആർ സ്വിമ്മിങ്, ഞങ്ങൾ നീന്തുകയാണ്. ദേ ആർ ഈറ്റിംഗ് മാംഗോ, അവർ മാങ്ങ തിന്നുന്നു. ദേ ആർ ഈറ്റിംഗ് മാംഗോ, അവർ മാങ്ങ തിന്നുന്നു. മാംഗോസ് വരികയാണെങ്കിൽ മാങ്ങകളാക്കും കേട്ടോ. ഇവിടെ ഒരെണ്ണം പറഞ്ഞിട്ടുള്ളൂ, ഒരു വലിയ മാങ്ങ അവരെല്ലാവരും കൂടിയിട്ട് തിന്നുകയാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ കഴിഞ്ഞ രൂപമാണ് പാസ്റ്റ് കണ്ടിന്യൂസ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ഇപ്പോൾ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ കഴിഞ്ഞ കാലത്ത് ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് സൂത്രവാക്യം, സബ്ജക്റ്റ് വേണം, വാസ് അല്ലെങ്കിൽ വേർ വേണം. വാസ് അല്ലെങ്കിൽ വേർ വേണം. V1 വേണം, അതായത് വെർബിൻ്റെ ഒന്നാമത്തെ രൂപം, പിന്നെ ING. അപ്പോൾ കഴിഞ്ഞ കാലത്ത് ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് കാണിക്കാനാണ്. അതായത് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പഠിച്ചല്ലോ, ആമും ഈസും മാറും അല്ലേ? ആമിൻ്റെയും ഈസിൻ്റെയും കഴിഞ്ഞ രൂപമാണ് വാസ്, ആയിരുന്നു. ആമിൻ്റെയും ഈസിൻ്റെയും കഴിഞ്ഞ രൂപമാണ് വാസ്, ആയിരുന്നു. ആറിൻ്റെ കഴിഞ്ഞ രൂപമാണ് വേർ. ആറിൻ്റെ കഴിഞ്ഞ രൂപമാണ് വേർ, ആയിരുന്നു. പണ്ടായിരുന്നു, ഇപ്പോഴല്ല.
അപ്പം ഇനി എങ്ങനെ നോക്കൂ, ഐ, ഹി, ഷീ, ഇറ്റ്, ദാറ്റ്, ദിസ് എവരിബഡിയുടെ കൂടെ വാസും യു, ദേവി, ദിസ്, ദോസിൻ്റെ കൂടെ വേറും ചേർക്കുന്നു. ഐ വാസ്, ഹി വാസ്, ഷീ വാസ്, ഇറ്റ് വാസ്, ദാറ്റ് വാസ്, ദിസ് വാസ്, എവരിബഡി വാസ്. യു വേർ, ദേ വേർ, വി വേർ, ദീസ് വേർ, ദോസ് വേർ. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് പിടുത്തം കിട്ടിയല്ലോ. കഴിഞ്ഞ കാലത്ത് ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അതിനാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഫോർമുല സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേർ, ക്രിയയുടെ ഒന്നാമത്തെ രൂപം ING. ആമും മീസിൻ്റെയും ആറിൻ്റെയും നമ്മൾ പഠിച്ചിരുന്നു ആകുന്നു. അപ്പോൾ ആമും മീസും കഴിഞ്ഞ രൂപം വാസായിരിക്കും, ആറിൻ്റെ കഴിഞ്ഞ രൂപം വേറായിരിക്കും. ഐ, ഹി, ഷീ, ഇറ്റ്, ദാറ്റ്, ദിസ് എവരിബഡി വന്നു കഴിഞ്ഞാൽ വാസും യു, ദേവി, ദീസ്, ദോസ് വന്നു കഴിഞ്ഞാൽ വേറും ഉപയോഗിക്കും. പാസ്റ്റ് കണ്ടിന്യൂസ് വരുമ്പോൾ കഴിഞ്ഞ കാലത്ത് ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് കാണിക്കാൻ ഐ വാസ്, ആമിൻ്റെ എന്തായി മാറി, വാസായി മാറി. ഐ വാസ് റണ്ണിങ്, ഞാൻ ഓടുകയായിരുന്നു. ഐ വാസ് റണ്ണിങ്, ഞാൻ ഓടുക ആയിരുന്നു. ഹി വാസ് ഗോയിങ് ടു ഹോം, അവൻ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് എന്ത് സംഭവിച്ചത്, ഹി വാസ് ഗോയിങ് ടു ഹോം, അവൻ വീട്ടിലേക്ക് പോവുക ആയിരുന്നു. ഷീ വാസ് റീഡിങ് എ ബുക്ക്, അവൾ ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. ഈസ് വരികയാണെങ്കിൽ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇറ്റ് വാസ് ഫ്ലൈയിങ്, ഇത് പറക്കുകയായിരുന്നു, ഇത് പറക്കുക ആയിരുന്നു. യു വേർ ഡ്രീമിങ്, നിങ്ങൾ സ്വപ്നം കാണുകയായിരുന്നു, നിങ്ങൾ സ്വപ്നം കാണുകയായിരുന്നു. അപ്പം ആറ് വേറെ ആയി അല്ലേ. വി വേർ സ്വിമ്മിങ്, ഞങ്ങൾ നീന്തുകയായിരുന്നു, ഞങ്ങൾ നീന്തുക ആയിരുന്നു. ദേ വേർ ഈറ്റിംഗ് മാംഗോ, അവർ മാങ്ങ തിന്നുകയായിരുന്നു, അവർ മാങ്ങ തിന്നുക ആയിരുന്നു. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. എന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ അർത്ഥം? ഒരു പ്രവൃത്തി ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്, ഒരു പ്രവൃത്തി ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്, അത് കാണിക്കാനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൂത്രവാക്യം എന്തായിരിക്കും നോക്കണ്ടേ? സബ്ജക്റ്റ് വേണം, ഹാസ് അല്ലെങ്കിൽ ഹാവ് വേണം, ക്രിയയുടെ മൂന്നാമത്തെ രൂപം വേണം, ഓബ്ജക്റ്റ് ഏൽക്കാൻ ഒരാൾ വേണം. അപ്പോൾ സബ്ജക്റ്റ് വേണം, ഹാസ് അല്ലെങ്കിൽ ഹാവ് വേണം, വെർബിൻ്റെ മൂന്നാമത്തെ രൂപം വേണം, V3 ഓബ്ജക്റ്റ് വേണം. ഇനി ആരുടെ കൂടെ ഹാസും ഹാവും വരെ നോക്കാം. ഹാസും ഹാവിൻ്റെയും അർത്ഥം ഉണ്ട് എന്നാണ്. ഹാസിൻ്റെയും ഹാവിൻ്റെയും അർത്ഥം ഉണ്ട്. അയ്യോ ദേവി ദിസ്തോസ്, അയ്യോ ദേവി ദിസ്തോസ് പ്ലൂരൽ അല്ലേ. ഹാവ്, ഹാവിൽ സി ഉണ്ടാ ഇല്ല, പ്ലൂരൽ സി ഇല്ല. അപ്പം പ്ലൂരലിൻ്റെ കൂടെ എന്ത് ചേർത്തു? ഹാവ് ചേർത്തു. ഹി, ഷീ, ഇറ്റ്, ദാറ്റ്, ദിസ്, എവരിബഡി സിംഗുലറിൻ്റെ കൂടെ ഹാസ്, സിംഗുലർസ്, ഹാസസ്. എളുപ്പമില്ലേ? ഐ ഹാവ് സീൻ ഹിം, ഐ ഹാവ് ഉണ്ട് അല്ലേ. ഐ ഹാവ്, സീ, സോ, സീൻ. അപ്പം മൂന്നാമത്തെ രൂപം ഐ ഹാവ് സീൻ ഹിം, ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. ഒരു കാര്യം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഐ ഹാവ് സീൻ ഹിം, ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. വി ഹാവ് ഫിനിഷ്ഡ് ദാറ്റ് വർക്ക്, ഞങ്ങൾ ആ ജോലി തീർത്തിട്ടുണ്ട്. വി ഹാവ്, വി വരുമ്പോൾ ഹാവ് അല്ലേ. വി ഹാവ് ഫിനിഷ്ഡ് ദാറ്റ് വർക്ക്, ഞങ്ങൾ ആ ജോലി തീർത്തിട്ടുണ്ട്, പൂർത്തീകരിച്ചിട്ടുണ്ട്. ദേ ഹാവ് ഇൻവൈറ്റഡ് അസ്, ദേ ഹാവ് ഇൻവൈറ്റഡ് അസ്, അവർ ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. ഹി ഹാസ് ടോൾഡ് മീ ദാറ്റ്, ഹി ഹാസ് ടോൾഡ് മീ ദാറ്റ്, അവൻ ഞങ്ങളോടത് പറഞ്ഞിട്ടുണ്ട്. ഹി ഹാസ് ടോൾഡ് മീ ദാറ്റ്, അവൻ ഞങ്ങളോടത് പറഞ്ഞിട്ടുണ്ട്. ഷീ ഹാസ് സോൾഡ് ഹിസ് ജലോപ്പി, അവൾ അവൻ്റെ പാട്ടവണ്ടി വിറ്റിട്ടുണ്ട്. അവളാണ് ആരെ? അവൻ്റെ പാട്ടവണ്ടി എടുത്ത് വിറ്റ് കളഞ്ഞു അല്ലേ. ഷീ ഹാസ്
സോൾഡ് ഹിസ് ജലോപ്പി. അവൻ്റെ പാട്ടവണ്ടി വിറ്റിട്ടുണ്ട്. റാണി ഹാസ് ഇൻഫോംഡ് മീ. റാണി എനിക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. റാണി ഹാസ് ഇൻഫോംഡ് മീ. റാണി എനിക്ക് മുന്നറിയിപ്പ് തന്നിട്ട് ഉണ്ട്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്? നമ്മൾ ഹാസ് ഹാവും പഠിച്ചില്ലേ? പ്രസൻറ്റ് പെർഫെക്റ്റ്, അതിൻ്റെ കഴിഞ്ഞ രൂപമാണ് പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ എന്തായിരിക്കും ഹാസ് ഹാവ്? ഉണ്ട്, ഒരു പ്രവൃത്തി ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴോ ഒരു പ്രവൃത്തി നേരത്തെ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു, അതായിരിക്കും അർത്ഥം വരാം. അപ്പോൾ ഒരു പ്രവൃത്തി നേരത്തെ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കാണിക്കാൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. അതിൻ്റെ ഫോർമുല സബ്ജക്റ്റ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഓബ്ജക്റ്റ്. നേരത്തെ പറഞ്ഞിരുന്നു ഡിയിൽ അവസാനിക്കുന്ന. അപ്പം ഡിഡ്, ഹാഡ്, വുഡ്, ഷുഡ്, കുഡ്, വുഡ് അല്ലേ, എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെയും ഉപയോഗിക്കാം. അപ്പോൾ ഹാഡ് ആരെ പാസ്റ്റാണ്? ഹാസിൻ്റെ ഹാവിന് കഴിഞ്ഞ രൂപം ഹാഡ്. ഹാസ് ഹാവ് ഉണ്ട്, ഹാഡ് ഉണ്ടായിരുന്നു. ഐ ഹാവ് സീൻ ഹിം എന്ന് വന്നപ്പോൾ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഐ ഹാഡ് സീൻ ഹിം വന്നപ്പോൾ ഞാൻ അവനെ കണ്ടിട്ട് ഉണ്ടായിരുന്നു എന്ന് പണ്ട്. അപ്പോൾ ഐ ഹാഡ് സീൻ ഹിം, ഞാൻ അവനെ പണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു. വി ഹാഡ് ഫിനിഷ്ഡ് ദാറ്റ് വർക്ക്, ഞങ്ങൾ ആ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു, പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോൾ? നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലേ? ദേ ഹാഡ് ഇൻവൈറ്റഡ് അസ്, അവർ ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് വി കുഡിൻറ്റ് ഗോ, ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല. അതൊക്കെ നമ്മളെ ഐഡിയ പോലെ ചേർക്കാം. ദേ ഹാഡ് ഇൻവൈറ്റഡ് അസ്, അവർ ഞങ്ങളെ ക്ഷണിച്ചിട്ട് ഉണ്ടായിരുന്നു. He had told me that. He had told me that. അവൻ എന്നോടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പണ്ടങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. He had told me that. She had sold his jalopy. അവൾ അവൻ്റെ പാട്ടവണ്ടി എടുത്ത് വിറ്റിട്ടുണ്ടായിരുന്നു. She had sold his jalopy. അവൾ അവൻ്റെ പാട്ടവണ്ടി വിറ്റിട്ടുണ്ടായിരുന്നു. റാണി ഹാഡ് ഇൻഫോംഡ് മീ. റാണി എനിക്ക് മുന്നറിയിപ്പ് തന്നിട്ട് ഉണ്ടായിരുന്നു. റാണി ഹാഡ് ഇൻഫോംഡ് മീ. റാണി എനിക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ടായിരുന്നു. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. എന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്? മുൻപ് തുടങ്ങിയ ഒരു പ്രവൃത്തി ഇപ്പോൾ നടക്കുന്നുണ്ട്, ഇനിയും നടന്നുകൊണ്ടേയിരിക്കും. അതിനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതിനൊരു ഫോർമുലയുണ്ട്. സബ്ജക്റ്റ് വേണം, ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ വേണം, ക്രിയയുടെ ഒന്നാമത്തെ രൂപം വേണം, ING വേണം. നമ്മൾ ഹാസ് ഹാവും പഠിച്ചില്ലേ? അപ്പോൾ അയ്യോ ദേവി ദീസ് ദോസിൻ്റെ കൂടെ ഹാവ് ബീനും ഹീ ഷീ ഇറ്റ് ദാറ്റ് ദിസ് എവരിബഡിയുടെ കൂടെ ഹാസ് ബീനും ചേർക്കണം. അതുകൊണ്ട് ഞാൻ എഴുതാതിരുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ഒരു ഫോർ അല്ലെങ്കിൽ സിൻസ് ഇത് ഇവിടുന്ന് ചേർത്ത് എഴുതേണ്ടി വരും. ഒന്നില്ലെങ്കിൽ ഫോർ അല്ലെങ്കിൽ സിൻസ് നമ്മൾ കാലങ്ങളെ കാണിക്കാൻ ചിലപ്പോൾ എഴുതേണ്ടി വരും. അപ്പോൾ ഈ ഫോറും സിൻസും എന്താണ്? അതും കണ്ടെത്തണ്ടേ? രണ്ടും ഒരു നിശ്ചിത സമയത്തെ കാണിക്കാനാണ്. കൃത്യമായി സമയം കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഫോറും, കൃത്യമല്ലാത്തതാണെങ്കിൽ സിൻസും ഉപയോഗിക്കും. അതായത് 2 ദിവസം, 25 ദിവസം, 2 കൊല്ലം, 10 കൊല്ലം, 2 മണിക്കൂർ, 10 മിനിറ്റ്, അതൊക്കെ കൃത്യതയുണ്ട്. ഇന്ന് രാവിലെ മുതൽ, കഴിഞ്ഞ രാത്രി മുതൽ, കഴിഞ്ഞ മാസം മുതൽ, 1985 മുതൽ, അതൊന്നും കൃത്യതയില്ല. അങ്ങനെ കൃത്യതയില്ലെങ്കിൽ അവിടെ സിൻസും വരും, കൃത്യമാണെങ്കിൽ അവിടെ ഫോറും വരും. പരീക്ഷയ്ക്ക് വരുന്നതാണ് കുട്ടികൾക്ക്. ഫോർ എ ലോങ് ടൈം, കുറേ കാലമായി. ആ ഒരു എന്നുള്ളതുണ്ട് അതുകൊണ്ടാണ് അവിടെ ഫോർ വരാൻ കാരണം. ഫോർ എ ലോങ് ടൈം, കുറേ കാലമായി. ഫോർ 2 days, 2 ദിവസമായി. കൃത്യമായി 2 ദിവസം അല്ലേ?
ഫോർ 10 years 10 കൊല്ലത്തോളമായി. ഫോർ 24 hours 24 മണിക്കൂറായി. സിൻസ് മോർണിംഗ് ഇന്ന് രാവിലെ മുതൽ. രാവിലെ മുതൽ എപ്പോഴും നമുക്ക് പറയാൻ പറ്റുമോ? രാത്രി 12 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ നമുക്ക് മോർണിംഗ് ഉപയോഗിക്കാം. സിൻസ് യെസ്റ്റർഡേ ഇന്നലെ മുതൽ. ഇന്നലെ എപ്പോഴും വിലപ്പെടുത്തണ്ടോ? ഇല്ല. സിൻസ് ബ്രേക്ക്ഫാസ്റ്റ് പ്രഭാത ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അല്ലേ. സിൻസ് 1985 1985 മുതൽ. അപ്പോൾ ഇവിടെ കൃത്യമല്ല, ഇവിടെ കൃത്യമാണ്. കൃത്യമുള്ളതിന് ഫോറും കൃത്യമല്ലെങ്കിൽ സിൻസും ഉപയോഗിക്കുന്നു. ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 1965 1965 മുതൽ ഞാൻ ഇവിടെ താമസിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിടെ എന്താണ് സിൻസ് വരാൻ കാരണം? 1965 കൃത്യമല്ലാത്തത് കൊണ്ടാണ് സിൻസ് വന്നത്. ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഞാനിവിടെ താമസിച്ചുകൊണ്ടേയിരിക്കുന്നു, ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്ന് മുതൽ? സിൻസ് 1965. ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 1965. വി ഹാവ് ബീൻ വർക്കിംഗ് ഇൻ UAE ഫോർ 25 years. We have been working in UAE for 25 years. ഞങ്ങൾ ദുബായിൽ 25 വർഷത്തോളമായി ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവിടെ ഫോർ ചേർക്കാൻ കാരണം 25 years കൃത്യമുള്ളത് കൊണ്ടാണ്. വി ഹാവ് ബീൻ വർക്കിംഗ് ഇൻ UAE ഫോർ 25 years. ഞങ്ങൾ ദുബായിൽ 25 വർഷത്തോളമായി ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. He has been sleeping since yesterday. അവൻ ഇന്നലെ മുതൽ ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നലെ എപ്പോൾ ഉറങ്ങാൻ തുടങ്ങിയെന്ന് പറഞ്ഞോ? ഇല്ല. He has been sleeping since yesterday. അവൻ ഇന്നലെ മുതൽ ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. She has been learning English for 2 months. അവൾ 2 മാസത്തോളമായി ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിടെ 2 months കൃത്യമാണ്, അതുകൊണ്ടാണ് ഫോർ ചേർത്തത്. ഷീ ഹാസ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ 2 months. അവൾ 2 മാസത്തോളമായി ഇംഗ്ലീഷ് പരിശീലിച്ചുകൊണ്ടേയിരിക്കുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. മുൻപ് തുടങ്ങിയ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു, പക്ഷേ ഇടയിൽ വെച്ച് നിന്നുപോയി. അത് കാണിക്കാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. നമ്മൾ മലയാള പടത്തിലെ പ്രേം നസീർ, ജയൻ, അതുപോലെ കുറേ നടന്മാരുണ്ടായിരുന്നു, മരണപ്പെട്ടു പോയവർ. അവരൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? മലയാള സിനിമയിൽ ഒരു നിശ്ചിത കാലത്തോളം അഭിനയിച്ചുകൊണ്ടേ ഇരിക്കുക ആയിരുന്നു. ഇപ്പോൾ പ്രേം നസീർ അഭിനയിക്കുന്നുണ്ടോ? ഇല്ല. ഏറ്റവും നല്ല നടനായിരുന്നു, മരണപ്പെട്ടു പോയി. അപ്പോൾ അങ്ങനെയുള്ള കാണിക്കാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി എങ്ങനെ ഉപയോഗിക്കാം? സബ്ജക്റ്റ് വേണം, ഹാഡ് ബീൻ വേണം, വെർബിൻ്റെ ഒന്നാമത്തെ രൂപം വേണം, ING വേണം, സിൻസ് അല്ലെങ്കിൽ ഫോർ വേണം. നേരത്തെ നമ്മൾ പഠിച്ചില്ലേ, ഹാസ് ബീൻ, ഹാവ് ബീൻ, ING. അതുതന്നെ മെത്തേഡ്. പക്ഷേ ഇവിടെ ഹാഡ് ബീൻ വന്നു, അത്രേ ഉള്ളൂ വ്യത്യാസം കേട്ടോ. അപ്പം മുൻപ് തുടങ്ങിയൊരു കാര്യം തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു, പക്ഷേ എവിടെയോ വെച്ച് നിന്നുപോയി. അത് കാണിക്കാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഐ ഹാഡ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 1965. ഇവിടെ എന്ത് വന്നു? ഹാഡ് ബീൻ വന്നപ്പോൾ എന്താണ് വന്നത്? മുൻപ് താമസം തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എവിടെയോ വെച്ച് നിന്നുപോയി അല്ലേ. അപ്പോൾ 1965 മുതൽ ഞാനിവിടെ താമസിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ എവിടെയാണ്? വേറെ സ്ഥലത്തേക്ക് മാറിപ്പോയി. ഐ ഹാഡ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 1965. 1965 മുതൽ താമസിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. ഇപ്പോൾ താമസം ഉണ്ടോ? ഇല്ല. ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ വരികയാണെങ്കിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹാഡ് ബീൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ താമസം ഇല്ല. വി ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ UAE ഫോർ 25 years. ഞങ്ങൾ ദുബായിൽ 25 വർഷത്തോളം ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ജോലിയുണ്ടോ? ഇല്ല, നാട്ടിലാണ് ഇപ്പം അല്ലേ. വി ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ UAE ഫോർ 25 years. 25 വർഷത്തോളമായി ഞങ്ങൾ ദുബായിൽ
ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക ആയിരുന്നു. ഹി ഹാഡ് ബീൻ സ്ലീപ്പിംഗ് സിൻസ് യെസ്റ്റർഡേ. അവൻ ഇന്നലെ മുതൽ ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷെ അവൻ എന്ത് ചെയ്തു? എവിടെ വെച്ച് എഴുന്നേറ്റിട്ടുണ്ട്? ഇന്ന് കാലത്ത് എപ്പോഴും എണീറ്റ് പോയിട്ടുണ്ട് അവൻ. ഹി ഹാഡ് ബീൻ സ്ലീപ്പിംഗ് സിൻസ് യെസ്റ്റർഡേ. ഇന്നലെ മുതൽ അവൻ ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ എഴുന്നേൽക്കുകയോ മറ്റെന്തോ ചെയ്തിട്ടുണ്ട് അവൻ. കൃത്യമായി പറഞ്ഞിട്ടില്ല. ഷീ ഹാഡ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ 2 months. 2 മാസത്തോളമായി അവൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇപ്പോൾ പഠിക്കണ്ടോ? ഇല്ല, പഠിപ്പ് എവിടെ വെച്ച് നിർത്തിപ്പോയി. 2 മാസത്തോളം അവൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഷീ ഹാഡ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ 2 months. 2 മാസത്തോളമായി അവൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഭാവിയിലെ ഒരു ഉറപ്പിനെ കാണിക്കാനാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത്. ഭാവിയിലൊരു ഉറപ്പ്. അതിൻ്റെ ഫോർമുല എന്താണ്? സബ്ജക്റ്റ് വില്ല് അല്ലെങ്കിൽ ഷാള്. വെർബിൻ്റെ ഒന്നാമത്തെ രൂപം ഓബ്ജക്റ്റ്. എന്താണ് വില്ലും ഷാളും? അല്ലേ? വില്ല് ആർക്ക് കൊടുക്കാം? ഷാൾ എവിടെ കൊടുക്കാം? നമ്മൾ വോളിബോൾ കളിച്ചിട്ടുണ്ട് നിങ്ങളെപ്പോഴെങ്കിലുമൊക്കെ. വോളിബോൾ കളിക്കുമ്പോൾ ഐ ഷാൾ ഞാനെടുക്കാം. അപ്പോൾ വേറെ ഒരുത്തെടുക്കുമ്പോൾ തല്ലാവും അല്ലേ? ഞാനല്ലേ ഐ ഷാൾ വിളിച്ചതെന്ന് പറഞ്ഞിട്ട് അല്ലേ? അപ്പോൾ ഐ ഷാളും വി ഷാളും, ഐയും വിയും ഷാള് ചേർക്കും, മറ്റുള്ളവരുടെ കൂടെ വില്ല് ചേർക്കും. അപ്പോൾ നിങ്ങളെന്നോട് ചോദിക്കാം, സുരേഷ് ഗോപി സിനിമയിൽ പറയുന്നുണ്ട്, ഞാൻ നിന്നെ കൊല്ലും, ഐ വിൽ കിൽ യു. അതും ശരിയല്ലേ? അതും ശരി തന്നെ. അത് ഒരു ഉറപ്പ്. ഇത് അങ്ങോട്ടും ഇത് ഇങ്ങോട്ടും വന്നു കഴിഞ്ഞാൽ ശക്തമായ ഒരു ബന്ധം കാണിക്കും, ഉറപ്പ് ചെയ്തിരിക്കും. അപ്പോൾ ഐ ഷാൾ വി ഷാൾ, അതേഴ്സ് വില്ല്. ഐ ഷാൾ ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ സഹായിക്കും. വി ഷാൾ ബ്രിങ് ഹിം, ഞങ്ങൾ അവനെ കൊണ്ടുവരും, ഞങ്ങൾ അവനെ കൊണ്ടുവരും. അവൾ +2 പാസ്സാകും, ഉറപ്പാണ്, നന്നായി പഠിക്കുന്ന കുട്ടീനെ. അപ്പോൾ ഷീ വിൽ പാസ് +2, അവൾ +2 പാസ്സാകും. ഹീ വിൽ ഗെറ്റ് ദാറ്റ് ജോബ്, അവനാ ജോലി കിട്ടും. ഹീ വിൽ ഗെറ്റ് ദാറ്റ് ജോബ്, അവനാ ജോലി കിട്ടും, കിട്ടിയിരിക്കും. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. എന്താണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്? ഭാവിയിൽ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഭാവിയിൽ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അതിനാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഫോർമുല സബ്ജക്റ്റ് വേണം, വിൽ ബി അല്ലെങ്കിൽ ഷാൾ ബി വേണം, V1 വേണം, ing വേണം. ഐ ഷാൾ ബി ഫ്ലൈയിങ് ടു USA ദിസ് ടൈം ടുമാറോ. നാളെ ഇതുപോലെ നേരത്ത് ഞാൻ അമേരിക്കയിലേക്ക് പറക്കുകയായിരിക്കും. നാളെ ഇതുപോലെ നേരത്തെ. ഐ ഷാൾ ബി ഫ്ലൈയിങ് ടു USA ദിസ് ടൈം ടുമാറോ. നാളെ ഇതുപോലെ നേരത്തെ ഞാൻ അമേരിക്കയിലേക്ക് പറക്കുകയായിരിക്കും. വി ഷാൾ ബി വർക്കിംഗ് ഇൻ UK ദിസ് ടൈം ഡേ ആഫ്റ്റർ ടുമാറോ. മറ്റന്നാൾ ഇതുപോലെ നേരത്ത് ഞങ്ങൾ എന്ത് ചെയ്യായിരിക്കും? UK ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഞങ്ങൾ UK ജോലി ചെയ്യുകയായിരിക്കും. വി ഷാൾ ബി വർക്കിംഗ് ഇൻ UK ദിസ് ടൈം ഡേ ആഫ്റ്റർ ടുമാറോ. മറ്റന്നാൾ ഇതുപോലെ നേരത്ത് ഞങ്ങൾ UK ജോലി ചെയ്യുക ആയിരിക്കും. ഷീ വിൽ ബി ലിവിങ് വിത്ത് മീ നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ചയിലല്ലോ അവൾ എൻ്റെ കൂടെ താമസിക്കുകയായിരിക്കും. ഷീ വിൽ ബി ലിവിങ് വിത്ത് മീ നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച അവൾ എൻ്റെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ താമസിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്? ഭാവിയിൽ ഒരു പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ടാകും. ഭാവിയിലാണ് കേട്ടോ, വരാൻ പോകുന്നൊരു നിശ്ചയ സമയത്തിനുള്ളിൽ ഒരു പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ടാകും. അതിനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. നോക്ക്, അതിൻ്റെ ഫോർമുല എന്താണ്? സബ്ജക്റ്റ് വിൽ ഹാവ് അല്ലെങ്കിൽ ഷാൾ ഹാവ് പ്ലസ് V3, വെർബിൻ്റെ മൂന്നാമത്തെ രൂപം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. സബ്ജക്റ്റ് വിൽ ഹാവ് അല്ലെങ്കിൽ ഷാൾ ഹാവ്, ക്രിയയുടെ മൂന്നാമത്തെ രൂപം. വി ഷാൾ ഹാവ് ഫിനിഷ്ഡ് ദിസ് വർക്ക് ബൈ നൈറ്റ്. ഈ പണി ഞങ്ങൾ രാത്രിയാകുമ്പോഴേക്കും തീർത്തിട്ടുണ്ടായിരിക്കും.
വി ഷാൾ ഹാവ് ഫിനിഷ്ഡ് ദിസ് വർക്ക് ബൈ നൈറ്റ്. രാത്രിയാകുമ്പോഴേക്കും അല്ലെങ്കിൽ രാത്രിക്കുള്ളിൽ ഞങ്ങൾ ഈ പണി തീർത്തിട്ടുണ്ടായിരിക്കും. ഒരു ഉറപ്പ് കാണിക്കാൻ ഞങ്ങൾ തീർത്തിട്ടുണ്ടായിരിക്കും. ഐ ഷാൾ ഹാവ് ടേക്കൻ മൈ ഡിഗ്രി ബൈ ദ എൻഡ് ഓഫ് ദി ഇയർ. ഈ വർഷം അവസാനമാകുമ്പോഴേക്കും ഞാൻ എൻ്റെ ഡിഗ്രി പൂർത്തീകരിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ എൻ്റെ ഡിഗ്രി ഈ വർഷം അവസാനിക്കുമ്പോഴേക്കും പൂർത്തീകരിച്ചിട്ടുണ്ടായിരിക്കും. അതായത് എല്ലാ പേപ്പറുകളും എഴുതി തീർത്തിട്ടുണ്ടായിരിക്കും. ഐ ഷാൾ ഹാവ് ടേക്കൻ മൈ ഡിഗ്രി. ഞാൻ എൻ്റെ ഡിഗ്രി അവസാനിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതായത് എഴുതിയെടുക്കണം അല്ലേ, തീർത്തിട്ടുണ്ടായിരിക്കും. ബൈ ദ എൻഡ് ഓഫ് ദ ഇയർ. ഈ വർഷം അവസാനിക്കുമ്പോഴേക്കും എൻ്റെ ഡിഗ്രി പഠനം പൂർത്തീകരിച്ചിട്ട് ഉണ്ടായിരിക്കും. ഷീ വിൽ ഹാവ് റീച്ച്ഡ് ഹോം ബൈ ഈവനിങ്. അവൾ ഉച്ചതിരിയുമ്പോഴേക്കും വീട്ടിൽ എത്തിയിട്ടുണ്ടായിരിക്കും. ഷീ വിൽ ഹാവ് റീച്ച്ഡ് ഹോം ബൈ ഈവനിങ്. വൈകിട്ട് ആകുമ്പോഴേക്കും അവൾ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരിക്കും എന്നൊരു ഉറപ്പിനെ കാണിക്കാനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഭാവിയിൽ ഒരു കാര്യം പൂർത്തീകരിക്കണം. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ഭാവിയിൽ പൂർത്തീകരിക്കണം. അതിനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. സബ്ജക്റ്റ് വിൽ ഹാവ് ബീൻ, ഷാൾ ഹാവ് ബീൻ, V1 + ing ആണ് ഇതിൻ്റെ സൂത്രവാക്യം. എന്താണ് നോക്കൂ. ബൈ ദി എൻഡ് ഓഫ് ദ നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷമാകുമ്പോഴേക്കും ഐ ഷാൾ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 10 years. അടുത്ത കൊല്ലമാകുമ്പോഴേക്കും ഞാനിവിടെ 10 വർഷത്തോളമാകും ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ബൈ ദ എൻഡ് ഓഫ് ദി നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷമാകുമ്പോഴേക്കും ഐ ഷാൾ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 10 years. 10 വർഷത്തോളമാകും ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. എപ്പോഴേക്കും? അടുത്ത വർഷം അവസാനമാകുമ്പോഴേക്കും. ഷീ വിൽ ഹാവ് ബീൻ ടീച്ചിങ് ഫോർ 6 years. ഷീ വിൽ ഹാവ് ബീൻ ടീച്ചിങ് ഫോർ 6 years. അവൾ 10 വർഷത്തോളമായി പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നൊക്കെ ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ, ഈ വർഷം അവസാനിക്കുമ്പോഴേക്കും അവളിവിടെ 6 വർഷത്തോളമായി പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മളങ്ങനെ പറയൂലേ, അടുത്ത കൊല്ലാകുമ്പോഴേക്കും 10 കൊല്ലമാവട്ടെ ഞാനിവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഷീ വിൽ ഹാവ് ബീൻ ടീച്ചിങ് ഫോർ 6 years ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ. ഈ വർഷം അവസാനിക്കുമ്പോഴേക്കും അവളിവിടെ 6 കൊല്ലത്തോളമായി പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് മോഡൽ ഓക്സിലറീസ് വെർബ്. ഓക്സിലറി വെർബ് അതായത് സഹായക്രിയകൾ. ക്യാൻ കഴിയുക, അതിൻ്റെ കഴിഞ്ഞ രൂപമാണ് കുഡ്. ക്യാൻ കഴിയുക, കഴിഞ്ഞ രൂപം കുഡ്. വില്ലും ഷാളും ഭാവിയിൽ ഉറപ്പിനെ കാണിക്കാൻ. വില്ലിൻ്റെ കഴിഞ്ഞ രൂപം വുഡ്, ഷാളിൻ്റെ കഴിഞ്ഞ രൂപം ഷുഡ്. മേ, ഒരു പക്ഷേ ആകാം, അതിൻ്റെ കഴിഞ്ഞ രൂപമാണ് മൈറ്റ്. മസ്റ്റ്, തീർച്ചയായും ഉറപ്പിനെ കാണിക്കാൻ. അതിൻ്റെ മറ്റു രൂപമാണ് ഹാസ് ടു അല്ലെങ്കിൽ ഹാവ് ടു. ഔട്ട് ടു, കടമപ്പെട്ടത് കാണിക്കാൻ. യൂസ്ഡ് ടു, പതിവായി കാണിക്കുന്നതിന്. ഇതിൻ്റെ കൂടെയൊക്കെ വെർബിൻ്റെ ഒന്നാമത്തെ രൂപമാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു രൂപമാണ് നീഡ്, ഡയറി. ഇതിലൊക്കെ ഓക്സിലറി വെർബിൽ പെട്ടതാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തരിക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിയാൽ മുൻ ക്ലാസ്സുകൾ എല്ലാം ലഭിക്കുന്നതാണ്. ഈ ക്ലാസ് തീരെ ഇംഗ്ലീഷ് എഴുതുവാനും വായിക്കുവാനും അറിയാത്തവർക്ക് തുടങ്ങി ഇംഗ്ലീഷിലെ എല്ലാ ഗ്രാമറുകളും വളരെ ലളിതമായി പഠിക്കാവുന്നതാണ്. ഈ ക്ലാസ് നേരത്തെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ഇംഗ്ലീഷിലെ മറ്റൊരു പ്രയോഗവുമായി വരുന്നതുവരെ ബൈ.